നമ്മുടെ വീട്ടിൽ സമ്പത്തുണ്ടാവാനായിട്ട് വീടുകളിൽ രാമതുളസിയാണോ കൃഷ്ണ തുളസിയാണോ നമുക്ക് വയ്ക്കേണ്ടത്? നമുക്കൊന്ന് നോക്കിയാലോ ഏതാണെന്നുള്ളത്. നമ്മുടെ തുളസി അല്ലെങ്കിൽ കൃഷ്ണ തുളസി അല്ലെങ്കിൽ രാമതുളസി, തുളസിയെ ആരാധിക്കുന്ന ഒരുപാട് വീടുകളുണ്ടല്ലേ ഇപ്പോഴും. ഒരുപാട് ഐതിഹ്യങ്ങൾ, ഒരുപാട് ആരാധനകളൊക്കെ നടക്കുന്നുണ്ട് തുളസിയെ ചുറ്റിപ്പറ്റിയിട്ട്. അപ്പോൾ തുളസിയിൽ നമ്മൾ രാമതുളസിയാണ് ലക്ഷ്മി ദേവിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് പറയുന്നു. നല്ല പച്ച ഇലകളുള്ളതാണ് നമ്മുടെ രാമതുളസി എന്ന് പറയുന്നത്. രാമതുളസിയാണ് നമ്മൾ ലക്ഷ്മി ദേവിയായിട്ട് കൂടുതൽ ബന്ധമുണ്ടെന്ന് പറയുന്നതും. അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധനവും സമ്പത്തും ഒക്കെ കുമിഞ്ഞു കൂടുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും നമ്മുടെ സമ്പത്തിൻ്റെയൊക്കെ ദേവിയാണല്ലോ ലക്ഷ്മി ദേവി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ രാമതുളസി വീട്ടിൽ വയ്ക്കുന്നതോടെ, പിന്നെ അത് തന്നെയല്ല, നമ്മൾ കുറേ പൂജകൾക്കും ചില വിശേഷപ്പെട്ട പൂജകൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ രാമതുളസി ഉപയോഗിക്കാറുണ്ട്. കൃഷ്ണ തുളസി ആണെങ്കിൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൃഷ്ണ തുളസി എന്ന് പറയുന്നത്. അതിലൊരു പർപ്പിൾ കളർ കൂടി ചേർന്നിട്ട് പച്ച ഇലകളിൽ ഒരു പർപ്പിൾ കളർ മിക്സ് ചെയ്തിട്ടാണ് കൃഷ്ണ തുളസി ഉണ്ടാവുന്നത്. ചുരുക്കത്തിൽ ഇത് രണ്ട് ചെടിയും, രാമതുളസി ആയാലും കൃഷ്ണ തുളസി ആയാലും, നമ്മൾ രണ്ടും നമ്മുടെ വീടുകളിൽ വയ്ക്കുന്നത് നമുക്ക് ഗുണകരമാണ്. കാരണം നല്ല പോസിറ്റീവ് എനർജി നൽകാനും, പിന്നെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ തുളസിത്തറയൊക്കെ കെട്ടി ആ തുളസി അതിൽ നടാറുണ്ട്. രാവിലെ ദിവസവും വെള്ളം ഒഴിക്കാറുണ്ട്, തുളസിത്തറയിൽ വിളക്ക് കത്തിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മൾ വീട് വെച്ചതിന് ശേഷം അതിൻ്റെ സ്ഥാനം നോക്കിയതിന് ശേഷമാണ് തുളസിത്തറയൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ അല്ലാണ്ട് തന്നെ തുളസി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തുളസി വയ്ക്കുന്ന ഭാഗത്ത് നമ്മൾ വേസ്റ്റ് ഇടാതെ, ചൂല് കൊണ്ട് അടിക്കാതെ, അങ്ങനെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഒക്കെ വേണം രാമതുളസി ആയാലും കൃഷ്ണ തുളസി ആയാലും നമ്മൾ നടാനായിട്ട്. നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ രാമതുളസി പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ ആത്മീയ കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ശുഭകരമായ ഫലങ്ങൾക്കും ഒക്കെ ആയിട്ട് രാമതുളസിയും കൃഷ്ണ തുളസിയും ഒരുപോലെ നമുക്ക് വീട്ടിൽ നടാവുന്നതാണ്. അപ്പം നമ്മൾ നടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചാൽ മതി. വൃത്തിയുള്ള ഏരിയകൾ, നമ്മൾ വേസ്റ്റും കാര്യങ്ങളും ഇടാത്ത ഏരിയകളിൽ മാത്രം നടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് ചെടികളും നമുക്ക് ഒരേപോലെ തന്നെ ഓരോ ഫലങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. കൃഷ്ണ തുളസി ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് മരുന്നുകൾക്കൊക്കെ ആയിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഭഗവാൻ കൃഷ്ണന് തുളസിമാലയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്, അമ്പലത്തിൽ പോകുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ തുളസി, കൃഷ്ണ തുളസിയും രാമതുളസിയും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.